ബിസ്മില്ലാഹി വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസം തുടർച്ചയായി വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടേ ഇല്ല. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ലൗകികമായ വസ്തുക്കൾ കുറേ ഏറെ ഉണ്ടാകുക എന്നത് വലിയ ഒരു സൗഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ള വ്യക്തിയാണ്. എന്നിരുന്നിട്ടും ലൗകികമായ വിഭവങ്ങളുടെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പിറകിലായിരുന്നു എന്ന് നബിയുടെ ചരിത്രങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ എല്ലാം നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ലൗകികമായ വസ്തുക്കളുടെ ആധിക്യം അള്ളാഹു തആല ഒരാൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനയുടെ ലക്ഷണമോ അത് കുറയുന്നത് ഒരവഗണനയുടെ ലക്ഷണമോ അല്ല. അള്ളാഹു തആലയുടെ അടുക്കൽ പ്രത്യേകമായ അംഗീകാരമുള്ള വ്യക്തികൾക്ക് ലൗകികമായ വിഭവങ്ങൾ ധാരാളമായി ലഭിച്ചത് നമുക്ക് കാണാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഉള്ള വ്യക്തികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ അംഗീകാരമുള്ള അനേകം പ്രവാചകന്മാർക്കും വളരെ വലിയ മഹത്തുക്കൾക്കും ലൗകികമായ വിഭവങ്ങൾ കുറവായിരുന്നു എന്നും നമുക്കറിയാം. ലൗകികമായ വസ്തുക്കൾ കുറയുക കൂടുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വ്യക്തിക്കുള്ള പരിഗണനയുടെ ലക്ഷണം അല്ല എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും എല്ലാം വളരെ സാധാരണമായ ജീവിതമാണ് നയിച്ചിരുന്നത്. വലിയ വസ്തുക്കളും വിഭവങ്ങളും ഒന്നും ഉപയോഗിക്കാനുള്ള വക അവർക്ക് ഈ ലോകത്ത് ഉണ്ടായിരുന്നില്ല എന്നതും, അതിനോടൊപ്പവും അവർ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തൃപ്തരായി യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതയോ അസംതൃപ്തിയോ പ്രകടിപ്പിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒരു സമൂഹമാണ്. ലൗകികമായ വസ്തുക്കൾ കുറയുന്നു എന്നതിൻ്റെ പേരിൽ ഈമാൻ ദുർബലമായി പോകേണ്ടതില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾക്കുള്ള അംഗീകാരത്തിൻ്റെയോ അംഗീകാരമില്ലാത്തതിൻ്റെയോ ലക്ഷണം അല്ല എന്ന് നമുക്കറിയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല ദീനിയായ എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയപ്പോഴും ലൗകികമായ സൗഭാഗ്യം നൽകാൻ കഴിയാത്തത് കൊണ്ടല്ല, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നമ്മുടെ കൂട്ടത്തിലും പലർക്കും അങ്ങനെ ഉണ്ടാകും. എത്രയേറെ പണിയെടുത്തിട്ടും ലൗകികമായ ഒരു വിശാലത, ഒരു സ്വസ്ഥത, സമാധാനം ലഭിക്കാത്ത മനുഷ്യരുണ്ടാകും. അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രം ഉണ്ടാകുന്നതാണ് എന്ന് നമുക്ക് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, അള്ളാഹുവിനോട് നാം എല്ലാ സന്ദർഭത്തിലും നന്ദിയുള്ളവരായിരിക്കുക. ലൗകികമായ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, ദീനിയായ കാര്യങ്ങളിൽ നിങ്ങളുടെ മുകളിലേക്ക് ഉള്ളവരിലേക്ക് നോക്കുക എന്നാണല്ലോ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ദുന്യവിയായി എത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നാമെങ്കിലും നമ്മളെക്കാൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ ഈ ലോകത്തുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുന്നതാണ്. അങ്ങനെ അത്തരക്കാരിലേക്ക് നോക്കുക, നന്ദിയോടുകൂടി ജീവിക്കുക. ദീനിയായ കാര്യങ്ങളിൽ നാം എവിടെയും എത്തിയിട്ടില്ല, ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട് എന്ന ചിന്തയിൽ നമ്മളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കുക. ഇത്തരത്തിലൊക്കെ എല്ലാ കാര്യങ്ങളെയും ഒരു ദീനിയായ ഗുണത്തിന് ഉപകരിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം.